ബോസിനടിക്കാനല്ലേ വരവാ. കുപ്പി മാറ്റിക്കോ, ഇല്ല മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് കമത്തും. വെറുതെ ഇങ്ങനെ ഇരുന്ന് തണ്ണിമത്തം കഴിക്കാൻ എന്ത് രസമല്ല എന്റെ പെട്ട. അതെ അതെ. എടാ അടിയാണല്ലേ? ഹേയ് ഒരു നാളിനെ കിണത്തില്. അയ്യോ ഞങ്ങൾ അടിക്കണല്ല, ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അല്ലേടാ. അതെ അതെ. ഇന്ന് ഗാന്ധിജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഡ്രൈ ഡേ ആണല്ലോ. ഞങ്ങൾ രാവിലെ മുതൽ ഡ്രൈയാ അല്ലേടാ? അതെ അതെ. സിപിഒ സുമേഷ് അതിങ്ങട്. കിഷൻജി കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ അതെ. ഇപ്പൊ കളിക്കട്ടാ. കോട്ടറാണല്ലോ. നീ അടിക്കുമെന്ന് എനിക്കറിയാം കേട്ടാ. എനിക്ക് ഇവനെ വേണ്ട സാറ് പെറ്റി അടിക്കും. കുപ്പി ഗുണാക്കേവിൽ വെച്ചേക്കണല്ലേ? ഈ കുട്ടി എനിക്ക് വേണം. ഇതിനെ ഞാൻ വളർത്തും. ഒറ്റക്ക് വളർത്തും. തരൂലടാ. നീയൊക്കെ രാവിലെ മുതൽ ട്രൈ അല്ലേ? അപ്പൊ ഞാനും ട്രൈ ചെയ്തെടുത്തു. അല്ല ഗ്ലാസ്സിൽ ഒഴിച്ചു കുറച്ച്. എന്തായാലും പിടിച്ച് എനിക്ക് ആദ്യം ഒന്ന് വിളിച്ചേ. കപ്പലണ്ടി പോത്തില്ല അമ്മച്ചി. പോത്തല്ലേ പുറകെ നിക്കണ വായിരിക്കുന്നേക്കല്ലേ? ആന്റപ്പ ഈ പോത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ ഞാൻ എത്ര നാളായി പറയണ. തുടങ്ങി. എന്തിനാ അമ്മച്ചി വെറുതെ അവന്റെ ജീവിതം കോഞ്ഞാട്ടിയാക്കുന്നത്? അതാണ് വീട്ടിലൊരുത്തിനെ സഹിക്കുന്ന പാട് എനിക്കേ അറിയൂ. നിങ്ങളെ സമ്മതിക്കണം എന്റെ പെട്ട ആ സാധനത്തിനെ സഹിക്കുന്നതിന്. എന്ത് ചെയ്യാനടാ ചക്കരെ? സ്കൂൾ ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധം. സ്കൂൾ ജീവിതത്തിൽ പറ്റിയ അബദ്ധം എന്നല്ല ആന്റപ്പേട്ടൻ പറയണത്. ചേച്ചിയുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ചേട്ടനാണ് മേരി ചേച്ചി പറഞ്ഞു നടക്കണത്. അതെ, ആന്റപ്പേട്ടന്റെ ജീവിതം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാ മതി. ചേട്ടൻ ഇതൊന്നും നോക്കണ്ട, വല്ല പെണ്ണും കെട്ടി സെറ്റ് ആവാൻ നോക്കും. ഇല്ലെങ്കിലേ ദിവന്മാര് ചേട്ടന് മുന്നേ പെണ്ണും കെട്ടി സെറ്റ് ആവും. പെണ്ണേട്ടാ ഞാനൊന്നും പെണ്ണേട്ടില്ല. ഞാനേ ഒരു സിഗ്മാമേല. എന്റെ മകൻ ഇതൊന്നും കൊണ്ട് സങ്കടപ്പെടണ്ട. ഇതിനൊക്കെ ചികിത്സയൊക്കെ ഉണ്ട് കേട്ടാ. ഒരു ഡോക്ടറിനെ കണ്ടാ മതി മോൻ. അമ്മച്ചി സിഗ്മാമേൽ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, അതൊരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ്. ഞാൻ വിചാരിച്ചു ഇവൻ മാത്രമേ പോത്തുള്ളന്ന്. ഇപ്പൊ എല്ലാ പോത്തുകളാണല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. നീയും പോത്തനാണ്. കിഷൻജി കിട്ടിയല്ലോ.